നമസ്കാരം, ഞാൻ ബിജു വൈദ്യർ, ഒറ്റശേഖരമംഗലം. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് വെടിയുപ്പ് ചുന്നത്തെ പറ്റിയാണ്. വെടിയുപ്പ് ചുന്നം, ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വെടിയുപ്പ് ചുന്നം രസവാദം ചെയ്യാൻ ഉപയോഗിക്കും. ചിന്താർമണി ചികിത്സയിൽ ചുന്നങ്ങൾ ചേർത്തുള്ള മരുന്നുകൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന വിധത്തിലുള്ള വെടിയുപ്പ് ചുന്നമാണ് ഞാനിന്നിവിടെ തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ചുന്നം നല്ല ശംഖിൻ്റെ മോഡലിൽ ആകുമെന്ന് ഞാൻ ഇതിന് മുമ്പേയുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നല്ല ഭംഗിയായിട്ട് ശംഖിൻ്റെ മോഡലിൽ, ഈ ശംഖിൻ്റെ അതേപോലെ നല്ല വെള്ള കളറിൽ കിട്ടും. ഇതേപോലെ നല്ല വെള്ള കളറിൽ കിട്ടണം. ഇതാണ് വെടിയുപ്പ്, യഥാർത്ഥമായിട്ടുള്ള വെടിയുപ്പ് ചുന്നം. പിന്നെ ചുന്നങ്ങൾ ഉണ്ടാക്കാൻ പല രീതിയിൽ വിധികളുണ്ട്. അതിൽ ഏറ്റവും നല്ല വിധിപ്രകാരം ചെയ്തിട്ടുള്ള ചുന്നമാണ് ഈ ചുന്നം. ഇത് പണ്ട് സിദ്ധറികൾ ഉപയോഗിച്ചിരുന്ന അതേ രീതിയിലാണ് നമ്മൾ തയ്യാർ ചെയ്തിട്ടുള്ളത്. പിന്നെ ചുന്നം കൊണ്ട് മരുന്ന് തയ്യാറാക്കി കഴിഞ്ഞാൽ ശരീരത്തിൽ പ്രവർത്തിക്കുകയും വലിയ മാരകങ്ങളായിട്ടുള്ള അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ കഴിവുള്ളതാണ് ഈ ചുന്നം. പിന്നെ ഈ ചുന്നം കൊണ്ടുള്ള ഉപയോഗം, പ്രത്യേകിച്ച് വെടിയുപ്പ് ചുന്നം കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് ചുന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പല രീതിയിലുള്ള ചുന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ വെടിയുപ്പ് ചുന്നത്തിന് കഴിവുണ്ട്. അതാണ് ഈ വെടിയുപ്പ് ചുന്നത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് വിധമായിട്ടുള്ള ചുന്നങ്ങൾ, മറ്റ് ചുന്നങ്ങൾ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഉപയോഗിക്കുന്നതാണ്. അതാണ് ഈ ചുന്നത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വെടിയുപ്പ് ചുന്നം നമുക്ക് ചുന്നം ആയോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കണം. അതിന് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എന്തെന്ന് വെച്ചാൽ, ഈ ചുന്നത്തിൽ നമുക്ക് ശകലം മഞ്ഞളിൻ്റെ പൗഡർ ഇട്ട് ശകലം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രക്തത്തിൻ്റെ കളറിൽ ചുവക്കണം. അതാണ് ഈ ചുന്നങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന നമ്മളെ മുറ, ആ രീതി അതാണ്. അത് നമുക്കൊന്ന് നോക്കാം. ചുന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ചുന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരസത്ത് കൂടുതലുള്ളതാണ് ചുന്നം. നല്ലവണ്ണം കാരസത്ത് അതിൽ അടങ്ങിയിരിക്കും. ക്ഷാരം ഗുണം നല്ലവണ്ണം ചേർന്നിട്ടുള്ളതിനെയാണ് ചുന്നം എന്ന് പറയുന്നത്. ആൽക്കലി അല്ലേ? ആൽക്കലി പവർ കൂടുതലായിരിക്കും. സാധാ ചുന്നമുണ്ട്, കടുങ്കാര ചുന്നമുണ്ട്. അങ്ങനെ ചുന്നങ്ങൾ നമുക്ക് പല രീതിയിൽ ചിന്താർമണി ചികിത്സാ മുറയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വെടിയുപ്പ് ചുന്നമായോ എന്ന് അറിയാമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് മുറയുണ്ട്. അത് കയ്യിൽ വെച്ച് നമ്മൾ ചുമ്മാ പൊടിച്ചപ്പം തന്നെ ചുവന്ന് വരുന്നുണ്ട്. പല കാലങ്ങളിൽ മാന്ത്രികം ചെയ്യുന്ന ആൾക്കാർ ചുണ്ണാമ്പും മഞ്ഞയും കൂടെ നല്ലവണ്ണം കുഴയ്ക്കുമ്പോൾ ഇതേപോലെ നല്ല ചുവപ്പ് കളർ കിട്ടും. അത് അവർ വാഴയിലയിലെ ഒരു സൈഡിൽ അവർ വയ്ക്കും. അതേപോലെ നല്ല രക്തത്തിൽ ഇത് ചുവന്ന് വരണം. ഇതാണ്, ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ചുവന്ന് വരും. ഈ വെള്ളമായിട്ട് കിടക്കുന്നത് നമ്മളെ ചുന്നം, വെടിയുപ്പ് ചുന്നമാണ്. ഇതാണ്ട് ഇതേപോലെ ചുവക്കും, രക്തത്തുള്ളി പോലെ ചുവക്കണം.